ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 41 നൂതന ദേഹദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവം. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേത നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. വസുദേവർ ശൗരിവചോ നിശമ്യ, വസുദേവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് വ്രജേശ്വരൻ നന്ദഗോപരാണ്. നന്ദഗോപര് ഉള്ളിൽ തട്ടിയ പേടിയോടെ മടങ്ങി വരവേ, കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, എനിക്ക് ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് അങ്ങ് വേഗം ഗോകുലത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് വസുദേവരെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞപ്പോൾ നന്ദനാകെ ഉള്ളിൽ ഒരു പേടിയായി. ഭീതചേത, ചേതസ്സില് മനസ്സില് പേടിയുണ്ടായി. മരങ്ങളെല്ലാം തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കിയിട്ടുള്ള ഏതാണ്ടൊരു വസ്തുവിനെ കണ്ടിട്ട് അങ്ങയെ ശരണം പ്രാപിച്ചു. നിഷ്പിഷ്ട നിശേഷതരും, നിഷ്പിഷ്ടം എന്ന് പറഞ്ഞാൽ, പിഷ്ടം എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ്, നിശേഷം പൊടിഞ്ഞത്, നല്ലവണ്ണം പൊടിഞ്ഞു, തവിടുപൊടി. നിശേഷതരും, മരങ്ങളെല്ലാം തവിടുപൊടിയായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. നിരീക്ഷ്യ, കണ്ടിട്ട്. കഞ്ചിത് പദാർത്ഥം, എന്തോ ഒരു വസ്തു അങ്ങനെ കിടക്കുന്നു. ശരണം ഗതസ്ത്വാം, ഭഗവാനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് ഉടനെ തന്നെ നന്ദഗോപര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. നിശമ്യ ഗോപീവചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം. എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകൾ പറഞ്ഞ വർത്തമാനമെല്ലാം കേട്ടറിഞ്ഞ് പേടിച്ചും ആശ്ചര്യപ്പെട്ടും അന്തം വിട്ടുപോയി. നിശമ്യ ഗോപീവചനാത്, ഗോപികൾ പറഞ്ഞ, ഗോപീവചനം എന്ന് പറഞ്ഞാൽ ഗോപികൾ പറഞ്ഞത് കേട്ടിട്ട്, ഉദന്തം, കാര്യങ്ങളെല്ലാം സംഭവിച്ചതെല്ലാം ഈ ഗോപികള് ഗോപന്മാരോട് പറഞ്ഞത് കേട്ടിട്ട് അവര് ആശ്ചര്യപ്പെട്ടു, അന്തം വിട്ടും പോയി. ഭയവിസ്മയാന്ധ, ഭയവും വന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നവര് ആശ്ചര്യപ്പെട്ടു പോയി. സർവേപി ഗോപാ ഭയവിസ്മയാന്ധ, ഭയമുള്ളവരും വിസ്മയമുള്ളവരുമായി തീർന്നു, ആശ്ചര്യമുള്ളവരുമായി തീർന്നു. ത്വത്പാദിതം ഘോരപിശാചദേഹം, ത്വത്പാദിതം എന്ന് പറഞ്ഞാൽ അങ്ങയാൽ വീഴ്ത്തപ്പെട്ട ഘോരമായ ആ പിശാച രൂപം, രാക്ഷസിയുടെ രൂപം, രാക്ഷസിയുടെ ദേഹം, ഘോര പിശാച ദേഹം, ആ ശരീരം, ആ രാക്ഷസിയുടെ ഘോരമായ ശരീരം, അത് എങ്ങനെ വീണതാണ്? ത്വത്പാദിതം, അങ്ങയാൽ വീഴ്ത്തപ്പെട്ടതാണ്. ദേഹുർവിദൂരേധ കുഠാരകൃത്തം, അത് വളരെ ദൂരെ കൊണ്ടുപോയി. അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഓരോ കഷണം കഷണമാക്കി മുറിച്ച്, കൈ 4 കഷണം, കാല് 4 കഷണം, അങ്ങനെ ഉടല് പല കഷണങ്ങളാക്കി ഓരോന്നോരോന്നായിട്ട് ആൾക്കാര് ചുമന്ന് ദൂരെ കൊണ്ടുപോയിട്ട് കത്തിക്കുകയാണ്. ദേഹുഹു, ദൂരെ കൊണ്ടുപോയി തീയിട്ടു. വിദൂരേധ കുഠാരകൃത്തം, കുഠാരകൃത്തം, കുഠാരം എന്ന് പറഞ്ഞാൽ കോടാലി, കോടാലി കൊണ്ട് വെട്ടുമുറിച്ചിട്ട് വലിയ വലിയ വൃക്ഷം വീണ് കിടക്കുന്ന പോലെയാണ്. അനവധി മരങ്ങളെ തവിടുപൊടിയാക്കിയാണ് ഈ രാക്ഷസി വീണിരിക്കുന്നത്. അങ്ങനെ ആ ശരീരത്തെ കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് ഓരോ കഷ്ണം ഓരോരുത്തർ ചുമന്നു കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോയിട്ട് അതില് തീ ഇട്ടു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശരീരാത് സമുജ്ജലന്നുജ്ജതരോ ഹിരൂമ ശങ്കാമദാഗരവക്കിമേഷ കിം ചാന്തനോ ഗൗൽഗുലവോധവേദി. തത്പീതപൂതസ്തനത
തശരീരാത് അങ്ങ് കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന പൂതം എന്ന് പറഞ്ഞ പരിശുദ്ധം, പീതം എന്ന് പറഞ്ഞ കുടിച്ചത്, ത്വത് അങ്ങയാൽ കുടിക്കപ്പെട്ട കുടിച്ചതിന് ശേഷം ശുദ്ധമാക്കപ്പെട്ട ആ സ്ഥലത്തോടു കൂടിയ ശരീരത്തിൽ നിന്ന്, പരിശുദ്ധമാക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്ന്, പരിശുദ്ധമായി തീർന്ന സ്ഥലങ്ങളോടുകൂടിയ ആ പൂതനാ ശരീരത്തിൽ നിന്ന് ധാരാളമായി സമുച്ചലൻ ഉച്ചതരഹ ധൂമഹ ധാരാളമായി പുറപ്പെട്ട വളരെ ഉയരത്തിൽ പൊങ്ങിയ പുകയാവട്ടെ. തീയിട്ടപ്പോൾ ആ ശവശരീരത്തിൽ നിന്ന് ഉയർന്നു വന്ന പുകയാകട്ടെ. ഏഷഹ ആഗരവഹ കിം, ഇത് അഗരുവിൻ്റേത്, അതായത് അഖിലിൻ്റേത് ആണോ, അതെയോ ചന്ദനത്തിൻ്റെതാണോ, അല്ല ഗുൽഗുലുവിൻ്റെതാണോ എന്നിങ്ങനെയുള്ള ശങ്കയുളവാക്കുന്ന സുഗന്ധമായിരുന്നു ആ ശരീരത്തിൽ നിന്ന് വന്നത്. ദുർഗന്ധമായിരിക്കും ഉണ്ടാവുന്നത്. ഈ രാക്ഷസി അവളുടെ പ്രവൃത്തികളൊക്കെ ദുഷ്ടതയാണ് അവൾ ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ. അപ്പൊ ഈ ദുഷ്ടത ചെയ്ത ഈ ദുഷ്ട രാക്ഷസിയുടെ ശരീരത്തിൽ നിന്നുണ്ടാവുന്നത് ദുർഗന്ധമായിരിക്കും എന്ന് വിചാരിച്ചാണ് ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചത്. അതങ്ങനെ പുക പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വളരെ സുഗന്ധം, ഗുൽഗുലുവിൻ്റെയോ ചന്ദനത്തിൻ്റെയോ അഖിലിൻ്റെയോ അല്ലെങ്കിൽ ഇവയേക്കാളൊക്കെയോ മേലെയുള്ള സുഗന്ധമായിരുന്നു അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ആ വായു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ ശരീരവുമായിട്ട് അത് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലഭൻ വല്ലവതല്ലജേഭ്യ ത്വം ഭൂതനാമാതനുധാ സുഗന്ധീം. മദംഗസംഗസ്യ എൻ്റെ ശരീരം, മത് അംഗസംഗം, എൻ്റെ ശരീരവുമായി സംഘമുണ്ടായാൽ, എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാലത്തെ ഫലം അകലെയല്ല, നിങ്ങൾക്കും താമസിയാതെ തന്നെ അത് സിദ്ധിക്കും. ആ ഫലം നിങ്ങൾക്കും ആ ഫലം അനുഭവപ്പെടും. അതായത് ഈ ഗോപന്മാര് ഭഗവാന്റെ ശരീരവുമായിട്ട് നിത്യസമ്പർക്കത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. അതോടെ അവർക്ക് അതിന്റെ ഫലം അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ള ഒരു സൂചനയാണ് ഈ സുഗന്ധം അനുഭവപ്പെട്ടതിലൂടെ അവർക്ക് കിട്ടിയത്. എന്നിങ്ങനെ യോഗ്യന്മാരായ ഗോപന്മാരോട് ഉറക്കെ പറയുവാനോ എന്ന് തോന്നുമാറ് അവിടുന്ന് പൂതനയെ സൗരഭ്യമുള്ളവളാക്കി തീർത്തു. ആ വായു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അഖിലിന്റെയും ചന്ദനത്തിന്റെയും ഗുൽഗുലുവിന്റെയും ഒന്നും ഗന്ധമല്ല, ഇത് സച്ചിദാനന്ദ സുഗന്ധമാണ്. ഭഗവാന്റെ സമ്പർക്കം കൊണ്ട് ഉണ്ടായ സുഗന്ധമാണ് എന്നാണ് ആ വായു അവരോട് പറഞ്ഞത്. നിങ്ങൾക്കും ഇത് താമസിയാതെ കിട്ടും. കാരണം നിങ്ങളിനി ഭഗവാനോടൊപ്പം നിങ്ങളുടെ ദിവസങ്ങൾ ചിലവഴിക്കാൻ പോവുകയല്ലേ. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെതായ ഫലം ഉറപ്പായിട്ടും കിട്ടും എന്നാണ് ആ കാറ്റ്, ആ വായു അവരോട് പറഞ്ഞത് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ചിത്രം വിശാച്യാനഹതഃ കുമാര ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാംക്ഷേത്. ചിത്രം പിശാച്യാ, ചിത്രം കുമാരഃ പിശാച്യാനഹതഃ. ഈ കുമാരൻ ആ രാക്ഷസിയാൽ കൊല്ലപ്പെടാത്തത് അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ. ചിത്രം എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. ആശ്ചര്യം, കുട്ടിയെ ആ പിശാചി കൊന്നില്ലല്ലോ. ചിത്രം ശൗരിണായുധം പുരായേവ അകധി. അതിനേക്കാളും നന്ദഗോപർക്കൊരാശ്ചര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വസുദേവർ എന്നോട് നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? വസുദേവർ ഇത്ര ദീർഘദൃഷ്ടിയുള്ള ആളാണോ? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആപത്തുണ്ട്, ആപത്ത് വരാൻ പോകുന്നു എന്ന് വസുദേവർ അവിടെ വെച്ച് പ്രവചനം നടത്തി. അതെങ്ങനെയായിരിക്കും? അതും ആശ്ചര്യകരമായിരിക്കുന്നല്ലോ. ചിത്രം ശൗരിണ, ശൗരി എന്ന് പറഞ്ഞാൽ വസുദേവർ. ശൗരിണ ഇതം പുരായേവാകധി. ഇത്
സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതായിട്ട് നന്ദഗോപർ അറിയുന്നതിന് മുമ്പ് തന്നെ വസുദേവർ ഇതിനെക്കുറിച്ച് സൂചന നൽകി. നന്ദഗോപർ കരമടയ്ക്കാനായിട്ട് തലസ്ഥാനത്തേക്ക് പോയതാണ്, മധുരയിലേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് വസുദേവരെ കണ്ടത്. വസുദേവരെ കണ്ടപ്പോൾ കുട്ടികൾ ഉണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു, കുട്ടികളില്ലാതിരുന്ന് വിഷമിച്ച് അങ്ങക്ക് ഒരു കുട്ടി ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചതിന് ശേഷം ഉടനെ വസുദേവര് പറഞ്ഞത് ഇതാണ്: വേഗം തിരിച്ചു പോയിക്കൊള്ളൂ, കുട്ടികൾക്ക് എന്തോ ആപത്ത് വരാനിരിക്കുന്നു എന്ന് എനിക്ക് ലക്ഷണം കൊണ്ട് തോന്നുന്നു എന്ന് വസുദേവര് പറഞ്ഞു. ആ പറഞ്ഞതിപ്പോ സത്യമായി. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും ദീർഘദൃഷ്ടി വസുദേവർക്കുണ്ടോ എന്ന് നന്ദഗോപര് ആശ്ചര്യപ്പെട്ടു. ഇതി പ്രശംസൻ ഗോപലോക എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഗോപന്മാരെല്ലാം അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി. അവരിതിനെ കുറിച്ചെല്ലാം, ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചെല്ലാം മറന്ന് ഭഗവാന്റെ സൗന്ദര്യത്തിൽ മുഴുകി ആനന്ദിച്ചങ്ങനെ ഇരുന്നു പോയി. അങ്ങയുടെ മാഹാത്മ്യത്തെ അത്രേ ഗോപന്മാർ പ്രശംസിച്ചത്. ഇനി 5 ശ്ലോകം കൊണ്ട് ഗോകുലവാസികളുടെ വാത്സല്യാതിശയ പ്രകടനങ്ങളെ വിവരിക്കുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ദിനേ ദിനേധ പ്രതിവൃദ്ധ ലക്ഷ്മി അക്ഷീണമംഗല്യ ശതോ വ്രജോയം ഭവന്നിവാസാദൈ വാസുദേവ പ്രമോദ സാന്ദ്ര പരിതോ വിരേജേ. ഐ വാസുദേവ, അല്ലയോ വാസുദേവ, വസുദേവപുത്രനായ ഭഗവാനെ, അങ്ങയുടെ നിവാസം ഹേതുവായിട്ട് അങ്ങ് ഗോകുലത്തിൽ വാസം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, സന്നിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ അമ്പാടി ദിവസക്കണക്കിന് അടിക്കടി വർദ്ധിച്ച ഐശ്വര്യത്തോടു കൂടിയതും ഊനം തട്ടാത്ത നിരവധി മംഗലവസ്തുക്കൾ ഉള്ളതുമായി എങ്ങും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി. അതായത് ഭഗവാന്റെ വക്ഷസ്സിലാണല്ലോ ലക്ഷ്മി ഇരിക്കുന്നത്. ഭഗവാൻ എവിടെയാണ് ഉള്ളത്, അവിടെ ലക്ഷ്മിയും സന്നിധാനം ചെയ്യും എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയെ വേണമെന്നുള്ളവര്, ഐശ്വര്യം വേണമെന്നുള്ളവര് എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ ഭജിക്കുക. ഭഗവാന്റെ കൂടെ, ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിയും സന്നിധാനം ചെയ്യും. അതായത് ഭഗവത് പത്നിയാണല്ലോ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ അനുഗ്രഹം, ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ലക്ഷ്മിയുടെ അനുഗ്രഹവും ലഭിക്കും. നമ്മൾ ലക്ഷ്മിയെ ഭജിക്കുകയാണെങ്കിൽ ലക്ഷ്മി ഒന്ന് അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോകും. ലക്ഷ്മി സദാ ഭഗവാന്റെ മാറത്താണ്, നെഞ്ചത്താണ് ഇരിക്കുക. അപ്പോൾ അവിടുന്ന് ഒന്ന് വന്ന് അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോകും. ലക്ഷ്മി പോയാൽ ഐശ്വര്യവും പോകും. അതേസമയം ഭഗവാനെയാണ് ഭജിക്കുന്നതെങ്കിൽ ആ ഐശ്വര്യത്തിനൊരു ഹാനിയും വരികയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഗൃഹേഷു തേ കോമളരൂപഹാസം ഇതകഥാ സങ്കുലിതാഗമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. ഗോപസ്ത്രീകൾ അവരവരുടെ വീടുകളിൽ അങ്ങയുടെ അത്യന്ത സുന്ദരമായ ആകൃതിയെയും പുഞ്ചിരിയെയും പറ്റി പരസ്പരം സംസാരിക്കുന്നതിൽ തിരക്കിട്ടവരും, കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് ഗൃഹകൃത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ അങ്ങയെ നോക്കിക്കാണുവാൻ വന്നു ചേരുന്നവരുമായിട്ട് ഓരോ ദിവസവും ഏറ്റവും ആനന്ദിച്ചു. വീട്ടുജോലി എല്ലാവരും ചുരുക്കി വളരെ വിസ്തരിച്ചും ഭംഗിയായിട്ടും ഒക്കെ ചെയ്തിരുന്ന പാചകവൃത്തി തുടങ്ങിയ ഗൃഹ കാര്യങ്ങളെല്ലാം അവര് ചുരുക്കി പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന മാർഗങ്ങൾ അവലംബിച്ചു. കറിയൊക്കെ ഒരു ചമ്മന്തിയൊക്കെ മതി, വിസ്തരിച്ചുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പൊ പണിയൊക്കെ നേരത്തെ തീർത്താലേ ഭഗവാനെ കാണാനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പണിയൊക്കെ അവർ വളരെ ചുരുക്കി വേഗം തീരുന്ന വിധത്തിലാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന േഹി മാമിത്യുപസാര്യ പാണി ത്വയീശ കിം കിം ന കൃതം വധൂഭി.
അയ്യോടാ, കുട്ടി എന്നെ തന്നെയാണ് നോക്കുന്നത്. അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി. കുട്ടി എന്നെയാണ് നോക്കുന്നത് കേട്ടോ എന്ന് ഒരു ഗോപസ്ത്രീ. കണ്ടില്ലേ, കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്നു. ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ, ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ, ഏഹി ഏഹി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ്. എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ കൈകൾ നീട്ടിക്കൊണ്ട് ഭഗവാനെ അങ്ങയെ ചൊല്ലി ഗോപസ്ത്രീകൾ എന്തൊക്കെ കാട്ടിയില്ല. കിം കിം ന കൃതം, അവരെന്തൊക്കെ ചെയ്തില്ല എന്നാണ്. വധൂഭി ഗോപവധൂഭി, ഗോപ സ്ത്രീകൾ എന്തൊക്കെ ചെയ്തില്ല. കുട്ടിയെ എടുക്കാനും ലാളിക്കാനും അവർ മത്സരിക്കുകയായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തില് വിവരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഭവദ്വപുസ്പർശന കൗതുകേന കരാൽക്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാല വ്യാലം വിലോലം ബതുലാമലാസി. അങ്ങയുടെ പൂമേനി ഭവദ്വപു, ഭവത് അങ്ങയുടെ വപു ശരീരം, അങ്ങയുടെ ശരീരം സ്പർശിക്കുന്നതില്, ഒന്നു പുണരുന്നതില്, അങ്ങയുടെ പൂമേനി ഒന്നു പുണർന്നു കിട്ടുന്ന സ്പർശന സുഖത്തിൽ കൊതി പൂണ്ട് കൗതുകേന ഗോപസ്ത്രീകൾ കൈ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇളം ചുകപ്പാർന്ന താമരത്താരുകളിൽ, അവരുടെ കൈകൾ എന്ന് പറഞ്ഞാല് താമരപ്പൂവ് പോലെയുള്ള കൈകളാണ്. ആ കൈകളില് മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിന്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടു. അതായത് ഭഗവാന്റെ നിറം നീല നിറമാണ്, വണ്ടിന്റെ നിറമാണ്. അപ്പോൾ താമരപ്പൂവില് വണ്ട് ഇങ്ങനെ വന്ന് ഒരു താമരപ്പൂവില് വന്നിരുന്ന് തേൻ കുടിച്ചിട്ട് അടുത്ത താമരപ്പൂവിലേക്ക് പറന്നുപോയി അവിടെ ഇരുന്ന് തേൻ കുടിക്കുന്നു. അതിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ഗോപസ്ത്രീകളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേ ആളുടെ കയ്യിലേക്ക് ഭഗവാൻ ഇങ്ങനെ മാറ്റപ്പെടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു രൂപം സങ്കല്പിക്കാൻ കഴിയും എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ ആ സന്ദർഭത്തെ വിവരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗദാന്മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങയെ മടിയിൽ കിടത്തിയിട്ട് മുലപ്പാൽ തരുമ്പോൾ അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത്? കഥമാം, ഏതെല്ലാം അവസ്ഥകളെ പ്രാപിച്ചു എന്നാണ് അതിൽ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഉള്ള ഭഗവാനെ, ഹരേ, അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചരുളയണമേ എന്നാണ് ഈ അവസാന ശ്ലോകത്തിൽ, ഈ ദശകത്തിന്റെ അവസാന ശ്ലോകമായ ഈ ശ്ലോകത്തില്, 10ാമത്തെ ശ്ലോകത്തില് മേൽപ്പത്തൂര് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.